എപ്പോഴാണ് ഈ പേരാവൂരിലേക്ക് പോകുന്നത്? തീരുമാനിച്ചോ? പേരാവൂരിലേക്ക് നാളെ പോവും. അടിപൊളി. കുറെ ആശങ്കയായിരുന്നു പേരാവൂരിൽ പോലെ. എല്ലാ ആശങ്ക ഒരിക്കലും പറഞ്ഞിട്ടില്ല. ആരാ പറഞ്ഞങ്ങനെ പോകുന്നത്? അല്ല, നമുക്കോ സംശയം. ആരാ നിങ്ങൾക്ക് ഹിന്റ് തന്നോനെ എനിക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു? പേരാവൂരിലെ അവിടെ പ്രാദേശികമായിട്ട് കുറെ പ്രവർത്തകരൊക്കെ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. ഒരു ദേഷ്യത്തിലുമില്ല, എന്നോടൊരു ദേഷ്യപാടിയില്ല. പ്രശ്നങ്ങളില്ലെങ്കിൽ നമ്മൾ തീർത്തിട്ട് പോകുന്ന ആളുകളാണ്. ഞാൻ തന്നെ വിചാരിച്ച ഒരു മണിക്കൂർ കൊണ്ട് അതൊക്കെ തീരും. അത് നമ്മൾ തമ്മിലാ പ്രേമാണ്. നാളത്തെ പ്രോഗ്രാമിന് നാളെ വരുന്നുണ്ട്. ശക്തമായ മത്സരം എന്തൊക്കെയാ പറയുന്നത്? എന്താ പ്രതീക്ഷകളൊക്കെ? ഒരു ശക്തിയുമില്ല. എപ്പോൾ നേരത്തെ എങ്ങനെയായിരുന്നു അതിനേക്കാൾ ലാഘവമായ ഒരു സാഹചര്യമാണ് ഇന്ന്. അതിന് സംശയമൊന്നുമില്ല കാര്യത്തിൽ. അത് മഹാഭൂരിപക്ഷം കൂടും. ഇതെന്താണ് വക്കീൽ ഇങ്ങനെ ഒരു കണ്ണൂരിൽ തന്നെ ഉണ്ടായിട്ട് സുധാകരനെ കാണാൻ ഒന്നും വൈകിട്ടില്ല. ഞാനും തിരക്കിലായിരുന്നു, അദ്ദേഹവും തിരക്കിലായിരുന്നു. നമുക്ക് തമ്മിൽ കാണാനുള്ള സമയം നമ്മൾ രണ്ടു കൂട്ടരും കൂടി ആലോചിച്ച് തീരുമാനിച്ചതാണ് ഈ സമയം. കേട്ടോ, എനിക്കറിയാലോ, ഞാൻ ഡൽഹിയിലൊക്കെ ആയിരുന്നു. ഡൽഹിയിൽ അദ്ദേഹത്തിന്റെ വസതിയിൽ 2 പ്രാവശ്യം പോയി. ഞങ്ങൾ KPCC ചർച്ച ചെയ്ത് ഞാൻ കണ്ണൂർ എത്താൻ താമസിച്ചു. നിയോജകമണ്ഡലത്തിൽ ഞാൻ താമസിച്ചു. ശരിക്കും അദ്ദേഹത്തിന് ഈ ഒരു സീറ്റ് ആഗ്രഹിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു ചർച്ചകൾ നടന്നു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ചർച്ച. ഞാനിപ്പോ അത്തരം കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറയുന്നത് ശരിയാണ്. അല്ല, അങ്ങനെ കൊടുക്കണമെന്ന് മത്സരിക്കാൻ പോകുന്ന ആളത് പറയോ? പറയാൻ പാടുണ്ടോ? പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ കുറ്റമല്ലേ? ഹൈക്കമാൻഡിന്റെ തീരുമാനത്തിനെതിരല്ലേ? ശരിയല്ലല്ലോ. നിങ്ങളെ പറയുന്നതേ ശരിയല്ല. ഞാൻ ഐ ആം ഫുള്ളി ഹാപ്പി. ഫുള്ളി ഹാപ്പി. നമ്മൾ തമ്മിൽ ഒരു സൗന്ദര്യപ്പണക്കവും ഉണ്ടായിട്ടില്ല. ഒരു പണക്കവും നിങ്ങൾ ഉണ്ടാക്കണ്ട കേട്ടാ. നിങ്ങൾ ഇതിന്റെ ഒരു കിരാതമായ ആളുകളാണ് നിങ്ങൾ. വളരെ പിന്നെ ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളത് കെ സുധാകരൻ ഞങ്ങളുടെ നേതാവാണ്. ഈസ് മൈ ലീഡർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം DCC പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞ് മന്ത്രിയായപ്പോൾ എന്നെ അദ്ദേഹം DCC പ്രസിഡന്റ് ആക്കി. അദ്ദേഹം KPCC പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞ സന്ദർഭത്തിൽ എന്നെ KPCC പ്രസിഡന്റ് ആക്കാൻ അദ്ദേഹത്തിന്റെ കഠിന പിന്തുണ ഉണ്ടായിരുന്നു. KPCC പ്രസിഡന്റ് ആകുന്ന സമയത്ത് എന്നോട് പറഞ്ഞത് താൻ പ്രസിഡന്റ് ആകുന്നെങ്കിൽ ഞാൻ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുമെന്നാണ് പറഞ്ഞത്. അത് DCC ഓഫീസിലും KPCC ഓഫീസിലും എനിക്ക് പയ്യാവൂരിൽ നൽകിയ സ്വീകരണത്തിലും അങ്ങനെ തന്നെ 3 പ്രാവശ്യം തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. ആ പിന്തുണ ജ്യേഷ്ഠ സഹോദരന്റെ പിന്തുണയും സ്നേഹവും എപ്പോഴും എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. പിന്നെ എന്താണ് നിങ്ങൾക്കിടയിൽ ഒരു ശീതസമരം? നിങ്ങൾ ഉണ്ടാക്കിയ ശീതസമരം എടുത്തു. വേറെ സമരമൊന്നുമില്ല. ഇല്ലാത്ത സമരം നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങൾ വിളമ്പുന്നതാ. ഒരാഴ്ചയല്ലേ ഞങ്ങൾ നല്ല തിരക്കല്ലേ? എന്ത്? ശരി, ഓക്കെ.